ഹലോ കേസ് മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശിനെ പോലീസുകാർ തലങ്ങനം വിലങ്ങനം അടിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിയുമ്പോഴേക്കും കാർത്തിക ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. അപ്പോഴത്തേക്കും DYSP പറയുന്നുണ്ട്, ലക്ഷ്മി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണോടെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് മോളെ. പുറമേ കാണാനൊന്നും ഇല്ലെങ്കിലും അകത്ത് നല്ല പരുവായിട്ടുണ്ടായിരിക്കും അയാളുടെ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും കാർത്തിക പറയുകയാണ്, അതാ വേണ്ടതെങ്കിൽ ഇനി ഞങ്ങളെയും കൊണ്ട് ഉപകാരങ്ങൾ ഒരുപാട് വേണ്ടി വരും. അയാൾക്കൊരു മകനുണ്ട്, അവനൊരു ലോക ക്രിമിനലാണ്. അവൻ്റെ കാര്യത്തിലും അങ്കിളുടെ ഹെൽപ്പ് എനിക്ക് വേണ്ടി വരും എന്നൊക്കെ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ DYSP അറിയാം, എന്ത് ഹെൽപ്പ് വേണേലും ചെയ്യാം. ഇനി ഇവനെ കുറച്ച് ദിവസം ഇതിൻ്റെ അകത്ത് ഇടണോ, അത് വേണേലും ചെയ്യാമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് കാർത്തിക പറയുന്നുണ്ട്, അങ്ങനെ ഇടാൻ തന്നെ എൻ്റെ ആഗ്രഹം, പക്ഷേ ഇപ്പം അത് പറ്റില്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകണം. എന്നിട്ട് മോളിൽ നിന്ന് ഒറ്റ തള്ളിന് താഴോട്ട് ഇടുമ്പോഴത്തെ ഒരു വീഴ്ച, അതാണ് അയാൾക്ക് സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കാർത്തിക ചെല്ലുവാണ് കേട്ടോ പ്രകാശിനെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ അവിടെയുള്ള SIയോട് പറയാണ്, എടോ DYSPയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും SI പറയും, മേഡം വന്നാൽ തുറന്നു വരണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും പ്രകാശിനോട് കാർത്തിക ചോദിക്കുക, അച്ഛൻ എന്താ പറ്റി അച്ഛാ, എന്തിനാ ഇവർ അച്ഛനെ പിടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശം പറയാം, മോളെ എനിക്ക് ആൾ മാറിപ്പോയതാ, ഞാനത് ഇവരോട് 100 തവണ പറയാൻ വേണ്ടി ശ്രമിച്ചു, ഇവരൊന്ന് കേൾക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും കാർത്തിക ദേഷ്യപ്പെട്ട് SIയോട് സംസാരിക്കുന്ന പോലെ കാണിക്കുവാണ്. എന്നിട്ട് കേട്ടോ, ഒരാൾ മാറിപ്പോയതിനാണോ ഇത്രയ്ക്ക് ഓരോന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്തായാലും ഒറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടാൻ പോണില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ SI ചെറുതായിട്ട് പേടിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും പ്രകാശിനോട് ചോദിക്കുക, എന്താ ശരിക്കും പറ്റിയ അച്ഛ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശം പറയുക, എൻ്റെ പൊന്നു മോളെ ക്ഷമിക്കണം, ആ ബാലണ്ണൻ ഒറ്റൊരാളാണ് എന്നെ കുരുക്കിക്കൊണ്ട് ചാടിച്ചത്. മോളുടെ അമ്മയെ കാണാനുള്ള ആഗ്രഹവും സ്വപ്നമൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോൾ ഒരു ദിവസം മോളുടെ കൂടെ ഈ പറഞ്ഞ ലക്ഷ്മീനെ കണ്ടു. പേരും ലക്ഷ്മി എന്നാന്നൊക്കെ കേട്ടപ്പോൾ മോളുടെ അമ്മയാണെന്ന് ഞാൻ ഓർത്തുപോയി. ആ ബാലണ്ണൻ ഒറ്റൊരുത്തനാ എന്നെ കൊണ്ട് ഈ കുഴിയിലോട്ട് ചാടിച്ചത്, എന്തു പറയാനാ മോളെ, അതുകൊണ്ട് അവിടെ കയറിപ്പോയത്, എല്ലാ ആകാംക്ഷയും ഇതും കൂടെ കൊണ്ട് കൂടി എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും കാർത്തിക പറയും, പിന്നെ പോലീസുകാരൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അവരടിച്ചില്ലേലേ ഉള്ളൂ, എന്തായാലും പോട്ടെ സാരമില്ല, അച്ഛനെങ്കിൽ വാ, ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യാം എന്ന് പറയും കേട്ടോ. പ്രകാശനാകെ നാണംകെടുകയും ചെയ്യും കേട്ടോ. പിന്നെ കാണിക്കുന്നത് സരയുവിനെയാണ്. സരയു രാവിലെ റിസൾട്ട് മേടിക്കാൻ പോകുന്നതുകൊണ്ട് ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിക്കും കേട്ടോ പൂജാമുറിയിൽ നിന്ന്. അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി സരയു പുറത്തു പോകാൻ വേണ്ടി വരുന്ന കാണുമ്പോഴത്തേക്കും ശാരി ചോദിക്കുക, മോളെവിടെ പോവാ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും സരി ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. എന്നിട്ട് മനസ്സിൽ പറയുക, മോളെവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല, തിരിച്ചിങ്ങോട്ട് വരണോ വേണ്ടയോ എന്ന് മോൾ തീരുമാനിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ വീണ്ടും ശാരി ചോദിക്കുക, എവിടെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സരി ദേഷ്യപ്പെട്ട് പറയാം, എവിടേക്കാണ്, ഈ വീട്ടിൽ ഇരുന്ന തലയ്ക്ക് സ്വസ്ഥതയോ സൗകര്യവും ഇല്ലല്ലോ, ഒരു ഭ്രാന്തനും ഭ്രാന്തിയാണല്ലോ എൻ്റെ കൂടെ ഉള്ളത്, ഒന്ന് പുറത്തേക്ക് പോവുക, എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണം, ദൈവത്തെ ഓർത്ത് അതിനെടുത്ത് ആർക്കും കൊടുത്തേക്കരുതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ശാരി പറയുക, ഞാൻ ആർക്ക് കൊടുക്കാനാണ് മോളെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും എനിക്കത്ര വിശ്വാസം പോരാ, ഒന്നെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവർ ആരോ ഒരാളാണ് എൻ്റെ കുഞ്ഞിനെ എടുത്ത് ഭിക്ഷക്കാർക്ക് കൊടുത്തതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശാരി ഒന്നും മിണ്ടാതെ നിൽക്കുക. അത് കഴിയുമ്പോഴത്തേക്കും സരി ചോദിക്കുക, അല്ല ഞാനിവിടുന്ന് പോയി അമേരിക്കയ്ക്ക് പോകുമ്പോൾ അമ്മയെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇനി അതെന്തായാലും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ശാരി ചിരിച്ചുകൊണ്ട് പറയാം, അത് കുഴപ്പമില്ല മോളെ, എവിടെയാണേലും എൻ്റെ മോള് സന്തോഷമായിട്ടിരുന്നാൽ മതി എന്നിങ്ങനെ പറയുക. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, പക്ഷെ അവൻ്റെ കൂടെ പോയാൽ എൻ്റെ മോൾക്ക് സന്തോഷം ഉണ്ടാവുമോ, അത് അറിയാതെ ഉറക്കെ ചോദിച്ചു പോവാം കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും സരയോട് ദേഷ്യം വരിക. സരയോ പറയാം, പിന്നെ ഞാൻ ആരുടെ കൂടെ പോയാലോ സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിൻ്റെ സന്തോഷം നിങ്ങൾ കാണുന്നില്ലേ, എനിക്കൂടെ പ്രാന്ത് പിടിക്കാറായി നിങ്ങളീ കാണിച്ചു കൂട്ടുന്നൊക്കെ കണ്ടിട്ട് എന്നൊക്കെ പറയുക. എന്നിട്ട് പറയുകയാണ്, മനുവേട്ടനെ ഞാൻ ദൈവത്തെ പോലെ കാണുന്നത്, ഇപ്പം എനിക്ക് ഈ ലോകത്ത് ആരെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അതിൻ്റെ മനുവേട്ടനെ മാത്രമാണ്, ഇനി അങ്ങോട്ട് കയറി വന്ന് ആ ജീവിതം കൂടെ നശിപ്പിക്കരുത് ദൈവത്തെ ഓർത്ത്. അത് കഴിയുമ്പോൾ പറയുക കേട്ടോ, ഇനി കാണാൻ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അമേരിക്കയിൽ നിന്നൊരു ഫോട്ടോ അയച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിച്ച് കണ്ടോളാം അച്ഛനെയും അമ്മയും എന്നൊക്കെ പറയുക കേട്ടോ. ഇത് കഴിയുമ്പോഴത്തേക്ക് ശാരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. സരി അവിടെ നിന്ന് നേരെ ഇറങ്ങി പോവുക കേട്ടോ. എന്നിട്ട് നേരെ ഗ്രീഷ്മയുടെ അടുത്ത് ചെല്ലുവാണ്. എന്നിട്ട് ചോദിക്കുക, ഹെഡി എന്തായി, നീ റിസൾട്ട് നോക്കിയോ, ശരിക്കും നോക്കിയല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഇത് കേൾക്കുന്ന ഗ്രീഷ്മ പറയാം, നീ പറഞ്ഞുകൊണ്ട് നിനക്കറിയാവുന്ന ആളാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലപോലെ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ, പിന്നെ എന്തായാലും ആ കുട്ടിക്ക് സമാധാനിക്കാം, ആ കുട്ടിയുടെ അച്ഛൻ എന്ന് വിളിക്കുന്ന ആൾ തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും സരിവിന് ഭയങ്കര സന്തോഷമാവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ആ പുള്ളിക്കാർ പറയാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മയുടെ മുടി നീ കൊണ്ടുവന്നില്ലേ, അത് ആ കുട്ടിയുടെ അമ്മയുടെ മുടി അല്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും സരിവിന് ആകെ ഷോക്കാവുകയാണ്. കണ്ണീന്ന് കണ്ണുനീരൊക്കെ വരും കേട്ടോ. ഇത് കാണുമ്പോൾ ഗ്രീഷ്മ ചോദിക്കുന്നുണ്ട്, അല്ല നിൻ്റെ ഫ്രണ്ടിൻ്റെ
പേരൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ വരുന്നത് കരയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സരി പയ്യെ അഭിനയിക്കുവാണ്. എന്നിട്ട് പറയാം അത് അവൾ ഇതെങ്ങനെ ഉൾക്കൊള്ളും, അവൾക്കിത് താങ്ങാൻ പറ്റില്ല, അതൊക്കെ ഓർത്തിട്ടാന്ന് പറയും കേട്ടോ. എന്നിട്ടൊന്നും മിണ്ടാതെ അങ്ങ് നടന്നു പോവുകയാണ്. സങ്കടം അടക്കി പിടിച്ച് ഒരു ഭ്രാന്തിയെ പോലെ വഴി കൊണ്ട് നടന്നു പോവുക കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഗ്രീഷ്മയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. എന്നിട്ട് ഗ്രീഷ്മ ഇങ്ങനെ മനസ്സിൽ പറയാണ്, അവിടെ ഫ്രണ്ടിൻ്റെ പേരൻസിനെ മുടിയെ എന്ന് പറഞ്ഞ് കൊണ്ടുതന്നത് അവളുടെ സ്വന്തം പേരൻസിൻ്റെ തന്നെയാണ്, അവൾ അന്വേഷിച്ചതും അവളുടെ സ്വന്തം അച്ഛനും അമ്മയെ പറ്റിയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന സരി ഒരു ബോധമില്ലാതെ റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് വട്ടം ചാടുക കേട്ടോ. വണ്ടിക്കാരൻ വെള്ളോട്ടിറങ്ങി ദേഷ്യപ്പെടുന്നുണ്ട് സരുവിനോട്. ചെന്നിട്ട് ചോദിക്കുക, ചാവാൻ വേണ്ടി എൻ്റെ വണ്ടിയെ നിനക്ക് കിട്ടിയുള്ളോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോഴേക്കും ദേഷ്യവും സങ്കടമൊക്കെ മനസ്സിൽ കിടക്കുന്ന സരിയോ തിരിച്ച് അവൻ്റെ കോളറെ പിടിച്ചിട്ട് ചോദിക്കണം, എന്താണ് നിനക്ക് വേണ്ടത്, നീ എന്നോട് ദേഷ്യപ്പെടുവോ, നീ ആരാടാ എന്നോട് ദേഷ്യപ്പെടാൻ എന്നൊക്കെ ചോദിച്ചാൽ വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. ഇത് കണ്ടുകൊണ്ട് അപ്പുറത്തുനിന്ന് കുറച്ച് നാട്ടുകാർ ഓടി വരും. എന്നിട്ട് പറയും, എൻ്റെ പൊന്നു വെച്ച വീടവനെ, ഇവിടെ എന്താ നടന്നതെന്ന് ഞങ്ങൾ എല്ലാവരും കണ്ടു എന്ന് പറയുക. അത് കഴിയുമ്പോൾ ആ ഡ്രൈവർ പറയുക, ഇവർക്ക് തലയ്ക്കെന്തോ വട്ടാന്ന് തോന്നേ, ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിയതാണെങ്കിൽ ഒന്നേ നീ ആറ്റി ചാട്, അല്ലെങ്കിൽ വല്ലോ ട്രെയിനിന് ഫ്രണ്ടിലും പോയി ചാട്, വീട്ടിലെ കെട്ടിയവനോട് അടിയുണ്ടാക്കി ഇതുപോലെ ഓരോരുത്തർ വന്നോളും ബാക്കിയുള്ളവൻ്റെ ജീവിതം നശിപ്പിക്കാൻ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സനുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ നാട്ടുകാരെല്ലാം ചുറ്റും നിൽക്കുന്നതുകൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ അടങ്ങി പിടിച്ച് നിൽക്കുക കേട്ടോ. അപ്പം നാട്ടുകാർ സരുവിനെ വലിച്ചു മാറ്റിയിട്ട് പറയാം, കൊച്ചെ നീ വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് മാറ്റി വിടുക കേട്ടോ. അത് കഴിയുമ്പോൾ ആ ഡ്രൈവർ വണ്ടി എടുത്തിട്ട് പോവുകയാണ്. എന്നിട്ട് പറയാം, വല്ല വട്ടാശുപത്രിയിൽ നിന്ന് ചാടിയതാണെന്നാ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക കേട്ടോ. അത് കഴിഞ്ഞ് സരു പിന്നെ ഒരു ബോധവും ഇല്ലാതുപോലെ ആ വഴി കൊണ്ട് നടക്കുവാണ്. പിന്നെ കാണിക്കുന്ന ശാരീനെയാണ്. ശാരിയുടെ അടുത്തോട്ട് രാഹുൽ വരുവാണ് കേട്ടോ. രാഹുൽ വരുമ്പോഴത്തേക്കും സരു കുറേ നേരമായി പുറത്ത് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നിങ്ങനെ ശാരി ആകെ വിഷമിച്ചു പറയുക. അപ്പോഴത്തേക്കും രാഹുൽ പറയുന്നുണ്ട്, എങ്കിൽ ഇതൊരു നല്ല അവസരമാണ്, കുഞ്ഞിനെ നമുക്ക് ആരും ഇല്ലാത്ത സ്ഥിതിക്ക് എടുത്ത് മാറ്റിയാലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ശാരിക്ക് നല്ല ദേഷ്യം വരുക. എന്നിട്ട് പറയുക, എന്നിട്ട് അവളെ ആശ്വസിപ്പിക്കേണ്ടി നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ടുവരുമോ, കുഞ്ഞിനെ എങ്ങാനും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവളെൻ്റെ കുത്തിന് പിടിക്കും, അതിനൊരു സംശയവും ഇല്ല എന്ന് പറയുക കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് രാഹുൽ ചോദിക്കുകയാണ്, അല്ല അവൾ കുഞ്ഞിനെ നമ്മുടെ തന്നിട്ട് പോകാറില്ലല്ലോ, ഇപ്പോൾ എന്തായിരിക്കും പെട്ടെന്ന് അങ്ങനെ പോകാൻ കാരണം, ഇനി അവനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു കാണുമോ, അത് അന്വേഷിക്കാൻ വേണ്ടി പോയതായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അത് കഴിയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ അവനെ ശരിപ്പെടുത്തും എന്നിങ്ങനെ പറയുക. ഇത് കേൾക്കുമ്പോഴത്തേക്കും ശരി പറയാം, അതൊന്നും നടക്കാൻ പോണില്ല, ആ നിമിഷം അവനാണെങ്കിൽ ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയും, ഞാനല്ല അവളുടെ അമ്മയെന്നുള്ള കാര്യം, താരയിൽ അവൾ നിങ്ങൾക്ക് താരയിൽ അവളെ ഉണ്ടായതെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടും എന്നാണോ നിങ്ങളുടെ വിചാരം, അതൊന്നും നിങ്ങൾ ഓർത്തില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ കളിയാക്കി. അപ്പോഴേക്ക് രാഹുൽ പറയും, ഓ ഇതെന്തൊരു വിധിയാണ്, ഇങ്ങനൊരു കുടുക്ക് എന്ന് പറയുക. അപ്പോഴത്തേക്ക് ശാരി പറയുക, ഇത് കുടുക്കല്ല, നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ കാലനായിട്ട് വന്ന, എന്നെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിതത്തിലോട്ട് കാലനായിട്ട് കടന്നു വന്നതെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രാഹുലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അതേമ്പോൾ ശാരി പറയാ, നിങ്ങൾ എന്ത് ചെയ്താലും മണ്ടത്തരോ അബദ്ധമോ മാത്രമേ ആവത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും രാഹുൽ പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഒന്ന് നിൽക്കുക, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാമെന്ന് പറയുമ്പോഴേക്കും ശാരി അടുത്തോട്ട് ചേർന്ന് നിന്നിട്ട് പറയണേ, ഇങ്ങനെ നിന്നാൽ പോരെ, ഇങ്ങനെ നിന്നാൽ പോലും നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല, എനിക്കും എൻ്റെ മോൾക്കും ഇനി വട്ടാവാനേ ബാക്കിയുള്ളൂ എന്ന് പറയും കേട്ടോ. ഇങ്ങനെ ശാരി പറയുന്ന എല്ലാ ചീത്തയും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുന്ന രാഹുലിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്